UN-ൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ പുകഴ്ത്തിയിരിക്കുകയാണ് ബെഞ്ചമിൻ നെതന്യാഹു. സാധാരണഗതിയിൽ അത്രയ്ക്ക് വലിയ പ്രിയപ്പെട്ട രീതിയിലൊന്നുമല്ല ട്രംപ് നിൽക്കുന്നതെന്ന് നെതന്യാഹുവിന് നന്നായിട്ട് അറിയാം. നയങ്ങളും സ്വഭാവങ്ങളും എല്ലാം തന്നെ വലിയ രീതിയിൽ അമേരിക്കയുടെ മാറിയിരിക്കുന്നു. ഇസ്രായേലിന് പൂർണ്ണമായിട്ടും പിന്തുണ കൊടുക്കാൻ അല്ല അങ്ങും ചാടി ഇങ്ങും ചാടി നടുക്ക് തീയും കൊളുത്തിട്ട് പൊട്ടിച്ചിരിക്കുന്ന ട്രംപിനെയാണ് കാണുന്നത്. അപ്പോൾ ട്രംപിനൊരു ബോധമില്ലായ്മ ഉണ്ട് എന്നുള്ളത് നെതന്യാഹുവിന് കൃത്യമായിട്ട് അറിയാം. എന്നാൽ നെതന്യാഹു കൃത്യമായും വ്യക്തമായും ദേശ താല്പര്യത്തിന് ഒപ്പം നിൽക്കുന്നുണ്ട്. അത് അവരുടെ ദേശത്തിൻ്റെ മാത്രം താല്പര്യമാണെങ്കിലും അതങ്ങനെ തന്നെയാണ് പോകുന്നത്. ട്രംപ് അങ്ങനെയല്ല, രാജ്യത്തെ മുടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഈ അവസരത്തിലും നെതന്യാഹു ട്രംപിനെ ഒന്ന് പുകഴ്ത്തിയിരിക്കുന്നു. കാരണം എന്താണ്? അതായത് UN പറഞ്ഞത് ഇസ്രായേലും അമേരിക്കയും ഒരേ ഭീഷണിയാണ് നേരിടുന്നത് എന്നാണ് പറഞ്ഞത്. മാത്രമല്ല ഈ ഡൊണാൾഡ് ട്രംപിന് നേരെ വധശ്രമമൊക്കെ ഉണ്ടായല്ലോ, ആ വിഷയമൊക്കെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഏറ്റവും അധികം അമേരിക്കയ്ക്ക് ഭീഷണി ആരിൽ നിന്നാണ്, അല്ലെങ്കിൽ ഇസ്രായേലിന് ഭീഷണി ആരിൽ നിന്ന്? ഹൂത്തികളാണോ, ഹമാസ് ആണോ? അങ്ങനെ ഓരോന്ന് അക്കമിട്ട് ചോദിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ഘട്ടത്തിൽ നെതന്യാഹു ട്രംപ് പറയുന്നത് അനുസരിക്കാതെ ഇരുന്നിട്ടുള്ള സാഹചര്യവും നമ്മൾ കണ്ടിട്ടുണ്ട്. അത് പ്രിയൻ പറഞ്ഞതുപോലെ തന്നെ ദേശ താല്പര്യം മുൻനിർത്തി തന്നെയാണ്. നെതന്യാഹുവിൻ്റെ മുന്നിൽ ആ ഒരു കാരണമുണ്ട് എന്ന് പറയുമ്പോഴും പക്ഷേ ട്രംപിന് നേരെ തിരിച്ചാണ്. ട്രംപിന് സ്വന്തം കാര്യം മാത്രമാണ് എപ്പോഴും പ്രധാനമായിട്ടുള്ളത്, അല്ലെങ്കിൽ അമേരിക്കയുടെ താല്പര്യങ്ങളാണ് സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ ഒക്ടോബർ 7 ഹമാസ് നടത്തിയ ആക്രമണത്തെ തുടർന്നുണ്ടായ പിന്തുണയൊക്കെ പിന്നീട് ദുർബലമായതായിട്ടൊക്കെ നെതന്യാഹു ഈ ഒരു പ്രസംഗത്തിലൂടെ പറയുന്നുണ്ട്. അപ്പോഴാണ്, ഈ പ്രസംഗത്തിനിടയിലാണ് ട്രംപിനെ കുറിച്ച് ഇത്തരത്തിൽ പറയുന്നത്. ഒത്തിരി വധശ്രമങ്ങളൊക്കെ നേരിട്ട ആളാണ് ഈ ട്രംപ് എന്ന് പറയുന്ന അമേരിക്കൻ പ്രസിഡന്റ്. അപ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ, അതായത് അദ്ദേഹത്തിൻ്റെ ജീവൻ വരെ ഭീഷണിയിലാണ്. അത് ആര് വഴിയാണ് ഈ ഭീഷണിയിലാകുന്നത് എന്ന് ഓർമ്മയുണ്ടോ? ആരൊക്കെയാണ് ഇതിന് പിന്നിലെന്ന് ഓർമ്മയുണ്ടോ? നിങ്ങൾ ആരെയാണ് പിന്തുണയ്ക്കാൻ ശ്രമിക്കുന്നത് എന്നാണ് ചോദിച്ചത്. ഇവിടെ ആണ് നമുക്ക് മനസ്സിലാവാത്തത്, എങ്ങനെയാണ് ഒരു ഘട്ടത്തിൽ നെതന്യാഹു ട്രംപിനെതിരെയും അതേസമയം UN വന്നിട്ട് ട്രംപിനെ പുകഴ്ത്തിയും സംസാരിക്കുന്നത്? അമേരിക്കയുമായിട്ടൊരു ഏറ്റുമുട്ടലിൽ പോകാനായിട്ട് എന്തായാലും ഇസ്രായേലിനെ കൊണ്ട് കഴിയില്ല. പക്ഷേ അമേരിക്കയ്ക്കാണെങ്കിൽ ഗാസയിൽ കൃത്യമായ താല്പര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ താല്പര്യങ്ങൾ നടപ്പാക്കാൻ തന്നെയാണ് അമേരിക്ക തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഗസ വിട്ടുകൊടുക്കില്ല, ഇസ്രായേലിന് ഗസ വിട്ടുകൊടുക്കില്ല എന്നുള്ളത് ട്രംപ് പറഞ്ഞിട്ടുള്ളത്. അത് അമേരിക്കയുടെ താല്പര്യം കൂടുതലുള്ള ഒരു പ്രദേശമാണ്, അത് അമേരിക്കയ്ക്ക് വേണം. എന്നാൽ അപ്പോൾ നമുക്ക് ആലോചിച്ചുകൂടെ, ഒരു തമ്മിലുള്ള ഒരു ചർച്ചയിലൂടെ അല്ലെങ്കിൽ ഒരു അനുനയം ആണ് ഈ നടത്താൻ ശ്രമിക്കുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഫിനാൻഷ്യൽ ടൈംസ് വെളിപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യമുണ്ട്. ആ പദ്ധതി പ്രകാരം ഗാസയെ നിയന്ത്രിക്കാനായിട്ട് ഗസ ഇന്റർനാഷണൽ ട്രാൻസിഷണൽ അതോറിറ്റി സ്ഥാപിച്ചിട്ടുണ്ട് ഈ അമേരിക്ക എന്ന് പറയുന്ന രാജ്യം. അതിന് മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ടോണി ബ്ലെയറെ അതിൻ്റെ തലവനാക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. അതായത് ചിത്രത്തിൽ നെതന്യാഹു ഇല്ല എന്നുള്ളത് അതിൽ നിന്ന് സ്പഷ്ടമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ന്യൂയോർക്കിലെ ഐക്യരാഷ്ട്രസഭ പൊതുസഭയുടെ അരികിൽ ട്രംപും അറബ് മുസ്ലിം നേതാക്കളും നടത്തിയിട്ടുള്ള ഗൗരവമേറിയിട്ടുള്ള ചർച്ചകൾക്ക് ശേഷം ആണ് ഇത്. ഒരു തരത്തിൽ ഇവർ ഈ പ്രോജക്റ്റ് കൊണ്ടുവന്നു. പക്ഷേ പ്രോജക്റ്റ് ഇങ്ങനെ അണിയറയിൽ രഹസ്യമാക്കി നമ്മൾ വെക്കുമല്ലോ. ഇത് സമയമാകുമ്പോൾ നമുക്കെടുത്ത് പൊട്ടിക്കാം. ഈ രാഹുൽ ഗാന്ധി പറയുന്ന പോലെ അടുത്ത ബോംബ് പൊട്ടിക്കാൻ പോകുന്നത് ഇതാണ്, ഹൈഡ്രജൻ ബോംബ്, ആറ്റം ബോംബ്, ന്യൂക്ലിയർ ബോംബ് എന്നൊക്കെ പറയുന്നത് പോലെ ഇവരിത് രഹസ്യമാക്കിയിരുന്നതാണ്. പക്ഷേ ഇതെങ്ങനെയോ നെതന്യാഹുവിന് ചോർന്ന് കിട്ടിയോ എന്നുള്ളൊരു സംശയം അവിടെ നിഴലിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു രൂപരേഖ എന്ന് പറയുന്നത് കൊസോവയും കിഴക്കൻ തിമോറും പോലുള്ള സംഘർഷങ്ങൾ ഉണ്ടായിട്ടുള്ള പ്രദേശങ്ങളിലൊക്കെ പരീക്ഷിച്ചിട്ടുള്ള അന്താരാഷ്ട്ര ഭരണ മാതൃകകളിൽ നിന്നാണ് ഈ ഒരു കാര്യം ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ളത് അമേരിക്കയുടെ മുൻപിലേക്ക്, കാഴ്ചപ്പാടിലേക്ക് എന്നാണ് മനസ്സിലാക്കുന്നത്. സുരക്ഷ, ഭരണം, പുനർനിർമ്മാണം എന്നതൊക്കെയാണ് ഇവർ ഇതിലൂടെ ലക്ഷ്യം വെക്കുന്ന ഒരു കാര്യം. മുൻകാല വിവാദ നിർബന്ധിത കുടിയിറക്കൽ ആശയമൊക്കെ ഇവിടെ തള്ളുകയും ചെയ്തിട്ടുണ്ട്. ഇത് ഗാസക്കാർക്ക് അവരുടെ ഭൂമിയിൽ ജനാധിപത്യ ഭാവി ഉറപ്പാക്കുമെന്ന പ്രതീകമൊക്കെ, അതായത് ആ ഒരു പ്രതീതി നിലനിർത്തുന്നുണ്ട്. പക്ഷെ ഒരു കിണ്ടിയും കിട്ടാൻ പോകുന്നില്ല. അമേരിക്ക എന്താണ്, അമേരിക്ക എന്ന് കണ്ണുവെച്ചത്, നമ്മൾ പറയും കാലകയം കണ്ണുവെച്ചതായെല്ലാം എങ്ങനെ ആയിട്ടുണ്ട് എന്ന് പറയുന്നത് പോലെ അമേരിക്ക കണ്ണുവെച്ചിട്ടുള്ള പ്രദേശങ്ങളുടെയൊക്കെ ഒരു അവസ്ഥ നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ, ചരിത്രമൊക്കെ ഒന്ന് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാവുന്നത്. അപ്പോൾ ഇതിലും ഭേദം
ഇസ്രായേലിൻ്റെ കയ്യിൽ കിട്ടുന്നതായിരിക്കാം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്തായാലും ട്രംപ് പറഞ്ഞത് വെസ്റ്റ് ബാങ്ക് പിടിച്ചെടുക്കാനായിട്ട് ഇസ്രായേലിനെ അനുവദിക്കില്ല എന്നുള്ളത്. ആ നിലപാടിലൂടെയാണ് ഇവർ തമ്മിലുള്ള ആശയപരമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു വൈരുദ്ധ്യമൊക്കെ നിലവിൽ വരുന്നത്. മുൻകാലത്തേക്കാൾ വിട്ടുവീഴ്ചകളും പ്രായോഗിക സമീപനങ്ങളും ഒക്കെ ഉൾക്കൊള്ളുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ പ്രമേയം, ഇത് സംബന്ധിച്ചിട്ടും ഉള്ള പ്രമേയമൊക്കെ പുറത്താക്കിയിട്ടുള്ളത്. ന്യൂയോർക്ക് പ്രഖ്യാപന മോഡൽ 1 വർഷത്തെ ഇടക്കാല ഭരണം പെട്ടെന്നുള്ള അധികാര കൈമാറ്റവും ഒക്കെ നിർദ്ദേശിക്കുന്നുണ്ട്. ആ സമയത്താണ് ട്രംപും ബ്ലെയറും ഈ ഒരു രൂപരേഖ ദീർഘകാല വീക്ഷണത്തോടു കൂടിയൊക്കെ ഈ ഒരു രൂപരേഖ വീണ്ടും പൊടി തട്ടിയെടുക്കുന്നത്. അതായത് ഒരിക്കൽ ഇവർ സംസാരിച്ച് വെച്ചിരുന്ന ഒരു കാര്യം ഇവർ വീണ്ടും പൊടി തട്ടിയെടുക്കുകയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ പറയുന്ന ട്രാൻസിഷണൽ അതോറിറ്റി, അതിന് ഭരണഘടന എന്ന് പറയുന്നത് പല തട്ടുകളായിട്ടാണ്. ഏറ്റവും മുകളിൽ ടോണി ബ്ലെയർ തന്നെയാണ്. ടോണി ബ്ലെയർ അധ്യക്ഷനാകുന്ന ഏതാണ്ട് ഒരു 7 മുതൽ 10 വരെ അംഗങ്ങളുള്ള ഒരു ഭരണസമിതി അതിനുണ്ടാകും. അതിന് താഴെ മാനുഷിക സഹായം, പുനർനിർമ്മാണം, സുരക്ഷ, നിയമവാഴ്ച, സ്വത്തവകാശ സംരക്ഷണം, പലസ്തീൻ അതോറിറ്റിയുമായിട്ടുള്ള ഏകോപനം തുടങ്ങിയിട്ടുള്ള മേഖലകളായിട്ട് ഇതിങ്ങനെ ഡിവൈഡ് ചെയ്യുമല്ലോ. ഒരു കാര്യം പിടിച്ചെടുത്തിട്ടാകുമ്പോൾ ഇത് ഓരോരോ സെക്ഷനുകളായി ഡിവൈഡ് ചെയ്ത് അതിന് വേണ്ടുന്ന ആളുകളെയൊക്കെ നിയമിക്കുക. പക്ഷെ അതിൻ്റെ പരമോന്നത സ്ഥാനത്ത് ടോണി ബ്ലെയർ ആണ് എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷെ അതിനൊപ്പം തന്നെ പലസ്തീൻ എക്സിക്യൂട്ടീവ് അതോറിറ്റി എന്ന സാങ്കേതിക മന്ത്രാലയ ചട്ടക്കൂട് കൂടി ഇവർ ഉണ്ടാക്കുന്നുണ്ട്. അത് ആരോഗ്യം, വിദ്യാഭ്യാസം, ധനകാര്യം, അടിസ്ഥാന സൗകര്യങ്ങൾ, ക്ഷേമം, നീതിന്യായം തുടങ്ങിയിട്ടുള്ള പൊതുസേവനങ്ങളൊക്കെയാണ് അതുവഴി അവർ കൈകാര്യം ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കാലക്രമേണ ഈ ഘടനകൾ മുഴുവൻ പലസ്തീനിയൻ ഭരണത്തിലേക്ക് ലയിക്കാനുള്ള ഒരു രീതി കൂടി അവിടെ കാണുന്നുണ്ട്. അതാണ് ഒരുപക്ഷെ ഈ പദ്ധതി വഴി അവർ ലക്ഷ്യം വെക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഗസയുടെ ഭാവി ചുറ്റിപ്പറ്റി നടക്കുന്ന ഈ അന്താരാഷ്ട്ര ചർച്ചകളൊക്കെ ഒരു യുദ്ധാനന്തര ഭരണകൂടത്തിൻ്റെ രൂപരേഖ മാത്രമായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. പലസ്തീൻ രാഷ്ട്രത്തിൻ്റെ നിലനിൽപ്പും ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ഒരു മോഹമുണ്ടല്ലോ, ആ ഒരു അഭിലാഷത്തിനുമൊക്കെ നിർണായക വഴിത്തിരിവാണ് എന്ന് കൂടി നമുക്ക് വേണമെങ്കിൽ പറയാൻ കഴിയും. ഈ ടോണി ബ്ലെയർ ട്രംപ് മാതൃക നിർദ്ദേശിക്കുന്ന ഈ പറയുന്ന ഒരു കാര്യം ഗാസയിൽ സ്ഥിരതയും സ്ഥാപന പുനർനിർമ്മാണവും ഒക്കെ ഉറപ്പാക്കാൻ സഹായിക്കുമെന്ന് ഒരു വിഭാഗം വാദിക്കുമ്പോഴും അതല്ല സംഭവിക്കാൻ പോകുന്നത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെതിരെ പ്രതിഷേധവുമായിട്ട് രംഗത്ത് വരുന്നവരും അവിടെയുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ തരത്തിലുള്ള കാര്യങ്ങൾ, അതായത് ഈ ഒരു പ്രോജക്റ്റ് എന്ന് പറയുന്നത് നെതന്യാഹു ഉദ്ദേശിക്കുന്ന ഒരു വിശാല ഇസ്രായേൽ എന്ന് പറയുന്ന ആ ഒരു പദ്ധതിയിലേക്ക് പോകാനുള്ള കാര്യങ്ങൾക്ക് തുരങ്കം വയ്ക്കുന്ന പരിപാടിയാണ്. അതായത് ഇവരെ കൊണ്ട് അടുപ്പിക്കുകയും അവിടെ ഹമാസുകളെ ഇല്ലാതാക്കുകയും ചെയ്തിട്ട് ആ പ്രദേശം അമേരിക്കയുടെ കൈവശപ്പെടുത്താനുള്ള നീക്കമാണ്. നേരത്തെ ഒരു ഘട്ടത്തിൽ ഇരുവരും യോജിച്ച് പോവുകയൊക്കെ ചെയ്തിരുന്നു എങ്കിൽ പോലും ഇപ്പോഴുള്ള ഒരു രണ്ടുപേരും തമ്മിൽ വിഭിന്നമായിട്ടുള്ള രീതിയിൽ നിൽക്കുകയും ആശയപരമായിട്ടൊക്കെ മാറി നിൽക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം വരുന്നത് ഈ ഒരു വിഷയത്തിലാണ്. ഏറ്റവും ഒടുവിലായിരിക്കാം ഒരുപക്ഷെ നെതന്യാഹുവിനും മനസ്സിലാകുന്നത് ട്രംപിൻ്റെ ഉദ്ദേശം ഇതാണ്. അപ്പോൾ ട്രംപുമായിട്ട് ചേർന്ന് പോകുന്നത് ശരിയാവില്ല. അതായത് ട്രംപും അല്ലെങ്കിൽ അമേരിക്ക എന്ന് പറയുന്ന ഭരണകൂടം എല്ലാ കാലത്തും ഭീകരരെ വളർത്തിയിട്ടുള്ള ഒരു രാജ്യമാണ്. അവരുടെ കയ്യിൽ നിന്ന് അടിയും വാങ്ങിയിട്ടുണ്ട്, വേണ്ടുവോളം അടി വാങ്ങിയിട്ടുണ്ട്. പക്ഷേ പഠിച്ചതേ പാടൂ എന്ന് പറയുന്ന ഒരു രീതിയുണ്ട്. അതായത് താൽക്കാലികമായിട്ടുള്ള അവരുടെ നേട്ടത്തിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ആളുകളെയൊക്കെ അവർ വെച്ച് വാഴിക്കുകയും അവസാനം അടി വാങ്ങി പോക്കറ്റിലിടുകയും ചെയ്യും. പക്ഷേ നെതന്യാഹുവിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ജൂതരെ സംബന്ധിച്ച് ചുറ്റുമുള്ള ശത്രുക്കളെ മുഴുവൻ ഇല്ലാതെയാക്കുക എന്നുള്ളത് അവരുടെ സുരക്ഷ കൂടിയാണ്, അവരുടെ രാജ്യത്തെ സംരക്ഷിക്കുക കൂടിയാണ്. അവിടെ ട്രംപിന് അവരെടുത്ത് വളർത്തിയ കുട്ടിയാണ് എന്ന് പറയുമ്പോൾ പോലും ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന്, അതിൻ്റെ ഭരണകൂടത്തിന് ട്രംപിനോട് ചേർന്ന് നിന്ന് ആകില്ല. ഇവിടെ പലസ്തീനോ അല്ലെങ്കിൽ വീണ്ടും ഒരു ഗസ ഇവർ ഈ പറയുന്നത് പോലെ തന്നെ ഒരു രീതിയിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ വീണ്ടും ഹമാസുകളായിക്കോട്ടെ, ഹൂതികളായിക്കോട്ടെ, ആരുമായിക്കോട്ടെ, ഇനി ഹമാസ് തന്നെ രൂപാന്തരം പ്രാപിച്ചു വരാൻ സാധ്യതയുണ്ടല്ലോ. സിറിയയിൽ എന്താണ് സംഭവിച്ചത്? സിറിയയിൽ പേര് മാറ്റിയെന്നല്ലേ ഉള്ളൂ, അതല്ലാതെ ഐസിസ് തന്നെയാണ് അവർ ഭരിക്കുന്നത്. ഷാറ എന്ന് പറയുന്നത് ഐസിസിൻ്റെ നേതാവാണ്. അപ്പോൾ അതേ കാര്യങ്ങളെ ഇവിടെയും സംഭവിക്കാൻ ഇടയുള്ളൂ എന്നുള്ളത് കൂടി നെതന്യാഹു മുൻകൂട്ടി കാണുന്നുണ്ട്. അപ്പോൾ ഒരു പക്ഷേ ഒരു പരസ്പരമുള്ള ഒരു പോരടിക്കലിലേക്ക് പോകാതെ ഇതുവരെ ചേർന്ന് നിന്ന ഒരു രാഷ്ട്രത്തെ കൂടെ നിർത്തിക്കൊണ്ട് പോകാനുള്ള ഒരു താല്പര്യം നെതന്യാഹു മുന്നോട്ട് എടുത്ത് വെച്ചതാകാം. അതല്ലെങ്കിൽ ഇതോടുകൂടി പറഞ്ഞ് അവസാനിക്കുന്നതാവാം.
മറ്റ് താല്പര്യങ്ങളും മറ്റ് തരത്തിലുള്ള വാണിജ്യപരമായിട്ടോ അതല്ലാതെയുള്ള ധാരണകളൊക്കെ നടന്നോട്ടെ, പക്ഷേ വെസ്റ്റ് ബാങ്കിൻ്റെ അല്ലെങ്കിൽ ഗസയുടെ കാര്യത്തിൽ ഞങ്ങളുടെ രീതി ഇത് തന്നെയാണ്, ഞങ്ങൾ ചിന്തിക്കുന്നത് ഇത് തന്നെയാണ്. അപ്പോൾ അതിന് തുരങ്കം വയ്ക്കാനായിട്ട് അമേരിക്ക വരരുത്. എത്രയൊക്കെ ചേർന്ന് നിന്നാലും ഇസ്രായേൽ എന്ന് പറയുന്നത് സ്വതന്ത്ര രാജ്യം തന്നെയാണ്. അപ്പോൾ അതിൻ്റെ പരമാധികാരത്തിലേക്ക് കടന്നു വരാനായിട്ട് അനുവദിക്കുന്നില്ല എന്നുള്ളത് കൂടി ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നുണ്ടാവാം. എന്നാൽ അവരെ ഉടക്കാനായിട്ട് താല്പര്യവുമില്ല. പക്ഷേ വേണ്ടി വന്നാൽ ഞങ്ങൾ അതിനും തയ്യാറാണ് എന്നുകൂടി ഒരു പക്ഷേ പറഞ്ഞു വെക്കുന്നതാകാം നെതന്യാഹു എന്നാണ് മനസ്സിലാക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.